Stay tuned to Kids Corner and set free from all tensions and worries. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ ഇത്? പ്രോഗ്രസ് കാർഡാ. അപ്പച്ചി ഇത് നോക്കി. ഓ കൊള്ളാലോ, നല്ല മാർക്കുണ്ടല്ലോ. അപ്പച്ചി ഇത് എൻ്റെ അല്ല, പിന്നെ നമ്മുടെ അനുമോളുടെ. ഓ, അനുമോൾക്ക് മാർക്ക് കിട്ടി, നിനക്ക് ഇത്ര സന്തോഷോ? കൊള്ളാട്ടോ. ഈ സ്വഭാവം നീ കളയരുത്. മറ്റു പല കുട്ടികൾക്കും ഇല്ലാത്ത നല്ല സ്വഭാവമാണത്. സന്തോഷമായി അപ്പച്ചന്, ഒത്തിരി സന്തോഷമായി. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ തോമസ് കുട്ടിയുടെ അനിയത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യണ കണ്ടോ? നിങ്ങൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇന്ന് തുടങ്ങാം. ഇങ്ങനത്തെ ചെറിയ നമ്മുടെ നല്ല ഗുണങ്ങൾ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ വീട് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ പേരൻസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അമ്മ നിങ്ങൾക്കൊരു നല്ല ഡിഷ് ഉണ്ടാക്കി തന്നാൽ നമ്മൾക്ക് പറയാം നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പ ഇപ്പോൾ എന്തെങ്കിലും നല്ല ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാം നല്ല രസമുണ്ട്, ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവർ നല്ല മാർക്ക് മേടിക്കുമ്പോൾ ഇപ്പോൾ തോമസ് കുട്ടി ചെയ്ത പോലെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്കത് പഠിക്കാം, അപ്രിസിയേഷൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്കത് എന്താണ് അപ്രിസിയേഷൻ, എങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം, എല്ലാം നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ വചനവും സുഹൃജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ അവരോടും പെരുമാറുവിൻ. ഓക്കെ, ഇനി സുഹൃത്ത് ജപം. ദൈവമേ, അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആന്റിയുടെ അടുത്ത് നമ്മുടെ സംശയങ്ങളായിട്ട് പോവാം. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കുന്നത്? നമ്മളിപ്പോൾ നമുക്കുള്ള ഏതെങ്കിലും ഉള്ളൊരു കഴിവുകൾ ആരെങ്കിലുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ? നമ്മൾ ട്രൂ ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരത് കാണുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലും അവരുടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ്സ് അല്ലെ അവരുടെ എന്തെങ്കിലും ഒരു എബിലിറ്റീസ്, ചിലപ്പോൾ അവർ പോലും അങ്ങനത്തെ ഒരു കഴിവ് അവർക്കുണ്ടെന്ന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഒത്തിരി പേരുടെ എക്സാമ്പിൾ നമുക്കങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് വിശുദ്ധരുടെ ചരിത്രം പറയുവാണെങ്കിൽ വിശുദ്ധ അമ്മ ത്രേസ്യയും കുരിശിലെ വിശുദ്ധ യോഹന്നാനും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടുമ്പോൾ ഈ അമ്മ ത്രേസ്യയാണ് പറയുന്നത്, കുരിശിലെ വിശുദ്ധ യോഹന്നാനോട് പറയുന്നത് പുള്ളിയുടെ ചില അസ്തെറ്റിക് ആയിട്ടുള്ള കഴിവുകൾ, അതായത് ക്രിയേറ്റീവായിട്ടുള്ള ചില എഴുതാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ കവിത എഴുതാൻ, ലേഖനങ്ങൾ എഴുതാൻ, അങ്ങനത്തെ കുറേ കഴിവുകൾ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പഠിക്കാനായിട്ടൊക്കെ ഇൻസ്പിറേഷൻ കൊടുത്തത് വിശുദ്ധ അമ്മ ത്രേസ്യയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളിലും ഒക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള കഴിവുകൾ അവരെ ശ്രേഷ്ഠരായിട്ട് കാണുന്നതിനും ഒരു ശ്രേഷ്ഠരായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു പ്രതീകവും കൂടിയാണ് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവരിൽ ഹിഡൻ ആയിരിക്കുന്ന ടാലൻസ് അവർക്ക് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും, അവർക്ക് ഉന്നതിയിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മുഖസ്തുതി പറയരുതെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശംസിക്കുന്നത് എങ്ങനെയാണ്? മുഖസ്തുതി, നമ്മൾ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ മുഖസ്തുതി പറച്ചിലല്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? നമ്മളിപ്പോൾ ഒരാളുടെ ശരിയായ കഴിവിനെ അല്ലെ അയാളുടെ ചില പ്രത്യേകതകളെ അല്ലെ നന്മയെ ഒക്കെ നമ്മൾ പ്രശംസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രശംസയായിരിക്കണം, അല്ലേ? ഒരിക്കലും നമ്മൾ അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നുണ പറയുക തന്നെയാണ്. അപ്പോൾ അതൊരു തെറ്റാണ്, ഒരു പാപം തന്നെയാണ്, അല്ലേ? നമ്മൾ അങ്ങനെ ഒരിക്കലും ചിലപ്പോൾ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവനിലില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും നീ ഭയങ്കര സംഭവമാണല്ലോ, നീ ഭയങ്കര അടിപൊളിയായിരിക്കുന്നല്ലോ, എന്തെങ്കിലും അവനെ കൊണ്ട് ഇന്ന് നമുക്ക് കാര്യം സാധിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശരിയായതും
സത്യസന്ധവുമായിട്ട് വേണം നമ്മൾ ഒരാളെ പ്രശംസിക്കാനായിട്ട്. അവരിലുള്ള ഇത് തന്നെയായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കുറവുകളെ ഈ ഒരു കഴിവ്, നിനക്ക് ഇന്ന കഴിവുണ്ട്, പക്ഷേ മോനെ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ സാധ്യതകളും കൂടി പറയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാർത്ഥതയിൽ നിന്നാണ് അങ്ങനത്തെ ഒരു പ്രശംസ കൊടുക്കുന്നത്. ചിലപ്പം ചിലർ പറയും, മുഖസ്തുതി പറയും, നന്നായിട്ട് പാടിപ്പോഴുത്തും ഇതിന് ഭയങ്കര സംഭവമാണ്, അടിപൊളിയാണെന്നൊക്കെ ചിലർ പറയും. പക്ഷേ ആരും ചിലപ്പം മുന്നോട്ട് പോകാനുള്ള, അവന് മുന്നോട്ട് അവൻ്റെ പുരോഗതിക്ക് പറ്റുന്ന, അല്ലെ ഇവൻ കുറച്ച് ചില കാര്യങ്ങളോട് അവൻ ശ്രദ്ധിച്ചാൽ അവൻ കുറച്ചുകൂടെ നല്ല മിടുക്കനാവും അല്ലെ മിടുക്കിയാകും എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ പറയില്ല. അപ്പം അത് മുഖസ്തുതിയിൽ മാത്രം ഒതുങ്ങും. അപ്പം നമ്മൾ അവനെ ശ്രേഷ്ഠനായിട്ട് കണ്ടതുകൊണ്ടല്ല, അവൻ്റെ ചില കാര്യലാഭത്തിന് വേണ്ടി, അല്ലെ അപ്പോൾ അവന് ഒരു പ്രീതി അവനിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ മുഖസ്തുതി പറയാറുണ്ട്. നമ്മൾ ബൈബിളിലാണെങ്കിലും ഈ ദൈവം ചിലരെ പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈബിളിൽ ഉടനീളം നമ്മൾ വിക്കനായ മോശയാണ്, നമുക്കറിയാം അല്ലേ. മോശ അഹറോനോട് പോയി സംസാരിക്കാനായിട്ട്, ഇസ്രായേൽക്കാരെ വിട്ടുതരണം, അല്ലെ ഇസ്രായേൽക്കാരെ ഇവിടുന്ന് കാനാൻ ദേശത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അഹറോനോട് പറയുന്ന സമയത്തെ മോശയുടെ പ്രായമെന്ന് പറഞ്ഞാൽ 80 വയസ്സാണ്. അപ്പം മോശ ഭയങ്കര വിക്കനുമാണ്. അപ്പം മോശ പലതവണ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ പറ്റത്തില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, കാരണം നീ വേറെ ഒത്തിരി മനുഷ്യരുണ്ട്, എനിക്ക് സംസാരിക്കാൻ യാതൊരു പാഠവുമില്ല. അപ്പോഴൊക്കെ ദൈവം മോശേനെ കൃത്യമായിട്ട് പറഞ്ഞ് നയിക്കുന്നുണ്ട്. ആരാണ് സംസാരിക്കാനുള്ള പാഠവും മനുഷ്യന് നൽകിയത്? അത് ഞാനല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ് മോശയെ പ്രശംസിച്ചല്ലേ, മോശയെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യത്തിലേക്ക് കർത്താവ് നയിക്കുന്നുണ്ട്. എന്ന് പറയുന്നതുപോലെ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമുഖത്തുള്ള എല്ലാവരെയും ദർശിച്ചിട്ട് സാത്താനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഭൂമുഖത്ത് എൻ്റെ ജോബിനെ പോലെ നീതിമാനും നിഷ്കളങ്കനും ദൈവഭയമുള്ളവനുമായ ഒരുവനെ, ഏതെങ്കിലും ഒരാളെങ്കിലും നീ കണ്ടോ എന്ന് വെച്ചാൽ, അപ്പോൾ ദൈവം അത്രയും പ്രൗഡ്, അഭിമാനിക്കുകയാണ് തൻ്റെ കുഞ്ഞിൽ എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ ഒരു പ്രശംസ നമ്മളപ്പം നോക്കുക, എത്ര ആത്മാർത്ഥമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചില വാക്ക് അല്ലെ വചനം ദൈവം പറയുമ്പോൾ അത് ആ പൂർണ്ണ രൂപത്തിൽ അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വചനത്തിൽ, ദൈവത്തിൻ്റെ വാക്കിൽ അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ട്, അതിനകത്ത് കംപ്ലീറ്റ്നെസ് ഉണ്ട്, സിൻസിയറിറ്റി ഉണ്ട്, പൂർണ്ണമായ സ്നേഹമുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ല ഒരാൾക്ക് കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാവാനായിട്ട്, അല്ലെ അവൻ്റെ കഴിവിനെ ഏറ്റവും ആത്മാർത്ഥതയോടെ, അവനെ ഏറ്റവും ശ്രേഷ്ഠനായി അല്ലെ ശ്രേഷ്ഠയായി കണ്ടുകൊണ്ട് അവനിൽ വീണ്ടും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണം, ഇവന് നന്മ ഉണ്ടാവണം എന്നുള്ള ഹൃദയത്തിലുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി വേണം നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശംസിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ അത് വെറും മുഖസ്തുതിയായിട്ട് മാറും, നമ്മുടെ നുണപറച്ചിലാവും, അതൊരു പാപമായിട്ട് മാറും. ആത്മപ്രശംസ ചെയ്യുന്നത് നല്ലതാണോ? നമ്മൾ സെൽഫ് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആത്മപ്രശംസ ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്കെങ്കിലും ചില കാര്യങ്ങളെപ്പറ്റി അവർക്കൊരു അവബോധമില്ല, എനിക്ക് ഇന്ന കഴിവുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ചില അവസ്ഥകൾ ചില മനുഷ്യരുടെയെങ്കിലും ജീവിതത്തിൽ. അപ്പോൾ നമ്മളെ തന്നെ ചിലപ്പം ചില ടീച്ചേഴ്സ് നമ്മളോട് എക്സസൈസ് ചെയ്യാൻ പറയത്തില്ലേ, നിങ്ങൾ രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നോക്കി നിങ്ങളെ തന്നെ ഐ ആം ഗുഡ്, ഞാൻ നന്നായിരിക്കുന്നു, എനിക്ക് നല്ല മാതാപിതാക്കളെ നൽകിയതിന്, എനിക്ക് ഇന്ന കഴിവുകൾ തന്നതിന്, എൻ്റെ ടീച്ചേഴ്സിനെ ഓർത്ത്, അങ്ങനെയൊക്കെ നമ്മൾ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ നന്ദി പറയണം. അപ്പം നമ്മൾ നമ്മുടെ പോസിറ്റീവ്സിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റീസിനെ പറ്റി നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നൊരവസ്ഥയാണിത്. അപ്പം സെൽഫ് അപ്രീസിയേഷൻ എപ്പോഴും നമ്മളെ തീർച്ചയായിട്ടും വളർത്തും. പക്ഷേ അതിനൊരു ബോർഡർ ലൈൻ കഴിഞ്ഞു പോകരുത്. അതായത് ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്ന, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് തരുന്ന ഒരു അപ്രീസിയേഷൻ എപ്പോഴും നമുക്ക് നല്ലതാണ്. മറ്റാരും നമ്മളെ ഇന്ന കഴിവ് നമ്മളെ കണ്ടില്ലെങ്കിലും അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാമായിരിക്കാം. മറ്റാരും ചിലപ്പോൾ നമ്മളുടെ ഇന്ന കഴിവിനെ കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. ദൈവം എനിക്ക് ഈ കഴിവ് തന്നിരിക്കുന്നു, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പം നമുക്ക് ആ സെൽഫ് അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുമ്പം നമുക്ക് തന്നെ കുറച്ചും കൂടി ഒന്ന് വളരാനായിട്ട് പറ്റും. ചരിത്രത്തിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആരും ചിലപ്പം ഒരുപക്ഷെ അംഗീകരിക്കാനോ ആരും നോക്കാനോ തയ്യാറാകാത്ത അനേകം മനുഷ്യർ ഒരുപക്ഷെ ഈ ഒരു അപ്രീസിയേഷൻ സ്വയം അപ്രീഷിയേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കിത് സാധിക്കും, ഐ ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞ് അവർ ശരിക്കും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരായിട്ട്, അല്ലെങ്കിൽ വലിയ സമൂഹത്തിൽ വളരെ നന്മ ചെയ്യുന്ന ആൾക്കാരായിട്ട് വളർന്നു വരാനായിട്ട് അവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. സോ അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന ഒന്നല്ല ശരിക്കും സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ബോർഡർ ലൈൻ ഉണ്ട് അല്ലേ. എനിക്കിതൊക്കെ ഭയങ്കര സിമ്പിളല്ലേ, ഞാൻ വലിയ പുള്ളിയല്ലേ എന്നുള്ള ആ ഒരു അഹംഭാവമല്ല നമ്മളിൽ വരേണ്ടത്. അതിനുമപ്പുറം ഒരു ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കും, കാരണം ദൈവം എനിക്കിതിന് കഴിവ് തന്നിട്ടുണ്ട്, ദൈവകൃപയാൽ ഞാനിതൊക്കെ ചെയ്യും, എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് വളർത്താനായിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു ആത്മപ്രശംസ നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു അഹംഭാവത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കത്തുള്ളൂ. എന്നെക്കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നടക്കാൻ പറ്റുന്നത്,
എന്നെപ്പോലെ ഇത് ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തില്ല എന്നൊക്കെയുള്ള ലെവലിലുള്ള ഒരു അഹംഭാവ ചിന്തയിലേക്ക് ഒരു കാരണവശാലും നമ്മുടെ അപ്രീസിയേഷൻ പോകാതിരിക്കുക. പക്ഷേ അതിലുമുപരി നമ്മളെ വളർത്താനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന തരത്തിലുള്ള ആത്മപ്രശംസ തീർച്ചയായിട്ടും ഗുണകരമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രശംസ എനിക്ക് പലപ്പോഴും ലഭിക്കാറില്ല. അപ്പോൾ ഞാൻ എന്തിനാ മറ്റുള്ളവരെ പ്രശംസിക്കുന്നത്? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ, നമ്മുടെ ചില ടാലൻസ് കണ്ടില്ലെന്നോ, അല്ല നമ്മൾ ചെയ്ത ചില നല്ല കാര്യങ്ങൾ, ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരു കാര്യം ഒരുമിച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്ത നന്മ മാത്രം ആരും കണ്ടില്ലല്ലോ എന്ന് വേദനിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പറയാനുള്ള ഉത്തരം ഇതാണ്: ശരിക്കും നമ്മുടെ എല്ലാ എഫേർട്ടും ഒരാൾ കാണുന്നുണ്ട്. ആരാ? ദൈവം കാണുന്നുണ്ട്, ഈശോ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനാണ് ശരിയായിട്ടുള്ളൊരു പ്രതിഫലം നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് മനുഷ്യൻ അപ്രീഷിയേറ്റ് ചെയ്താലും ദൈവം ബ്ലസ് ചെയ്യുന്നില്ലെങ്കിൽ, ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ അപ്രീസിയേഷന് യാതൊരു ഗുണവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും ചിന്തിക്കേണ്ട ഇതാണ്: കർത്താവാണ് എല്ലാത്തിനും നമുക്ക് പ്രതിഫലം തരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ അനേകം വചനമുണ്ട്. നിനക്കെൻ്റെ കൃപ മതി. ദൈവം ശരിക്കും പറഞ്ഞാൽ പല ബൈബിളിലുടനീളം നമുക്ക് ഒത്തിരി അപ്രീസിയേഷൻ ഇങ്ങനെ തരുന്നുണ്ട്. കുഞ്ഞെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിനക്ക് എൻ്റെ കൃപ മതി. എൻ്റെ ദൈവകൃപയാൽ നിനക്കെല്ലാം സാധ്യമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ഉടനീളം ഇഷ്ടം പോലെ വചനങ്ങൾ നമുക്ക് ബൈബിളിൽ തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ കർത്താവ് തരുന്നൊരു അപ്രീസിയേഷനാണ്. നീ എനിക്ക് ബഹുമാന്യനും വിലപ്പെട്ടവനുമാണ്, പ്രിയങ്കരനാണ്. ഇത് ദൈവം തരുന്നൊരു വലിയ അപ്രീസിയേഷനാണ്. ഇത്തരം വചനങ്ങൾ കുറേ തവണയൊക്കെ ഉരുവിടുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും വരും. അപ്പോൾ മറ്റുള്ളവർ തരുന്ന അപ്രീസിയേഷൻ നമ്മളൊക്കെ മറ്റുള്ളവർ തരുവാണെങ്കിൽ തരട്ടെ, നമ്മളത് സ്വീകരിക്കുക, നമ്മൾ ഡെവലപ്പ് ചെയ്യുക, സ്വയം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവം തരുന്ന ഒരു അപ്രീസിയേഷന്, ദൈവം തരുന്ന ഒരു പ്രശംസയ്ക്ക് നമ്മൾ ചെവി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അയ്യോ ആരും എന്നെ ഇത് കണ്ടില്ലല്ലോ, ആരും എന്നെ പ്രശംസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് നമ്മൾ വെറുതെ ഇൻട്രോവേർട്ടായിട്ട് പോകുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവാനായിട്ട് ഇടയില്ല. എല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മളുടെ എഫേർട്ട് അത് സിൻസിയർ ആയിട്ടുള്ള എഫേർട്ടാണോ അത് കർത്താവ് കണ്ടിരിക്കും. എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ സിൻസിയർ എഫേർട്ടിനെ ദൈവം കാണുകയും ചെയ്യും. അതിനുള്ള പ്രതിഫലം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം പെട്ടെന്ന് കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ എന്നാലും കർത്താവ് അതിലും വലിയ സമ്മാനം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയും ആ ഒരു പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ അപ്രീസിയേഷന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മറ്റു മനുഷ്യർ തരുന്ന അപ്രീസിയേഷനേക്കാളും പ്രശംസയേക്കാളും എൻ്റെ സ്വയമുള്ള അപ്രീസിയേഷനേക്കാളും ഒക്കെ വളരെ വലുതായിരിക്കും കർത്താവ് തരുന്ന ഒരു അപ്രീസിയേഷൻ. സോ അതുകൊണ്ട് നമ്മളാരും അങ്ങനെ വിഷമിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ ആ ഒരു ദൈവം തരുന്നൊരു പ്രത്യാശയിലേക്ക് നമുക്ക് ജീവിക്കുകയും വളരുകയും ചെയ്യാം. അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. നിങ്ങൾ ഇതിനു മുമ്പ് കാണിച്ച ആക്ഷൻ സോങ്സ് ഒക്കെ പഠിക്കുന്നുണ്ടോ? അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ഇട്ട് കാണിക്കുന്നത്. ഓരോ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്യും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വചനവും സുകൃതവും ഏറ്റു പറയാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നീ സുകൃതം. ദൈവമേ അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ.
അടുത്തത് നമ്മൾക്കൊരു കഥ കേൾക്കാം. അമ്മാമ്മ നമുക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾക്കൊക്കെ പറ്റിയൊരു വിശുദ്ധനെ കുറിച്ചാണ്. ഈ വിശുദ്ധൻ നമ്മളുടെയൊക്കെ ഫാൻറ്റസിയിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് അമ്മാമ്മ തന്നെ പറഞ്ഞുതരും. പക്ഷേ ഈ വിശുദ്ധൻ്റെ പേരിതാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. ഈ വിശുദ്ധൻ്റെ ഒരു ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്, പക്ഷെ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വിശുദ്ധനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അമ്മാമ്മയുടെ കഥ കഴിഞ്ഞിട്ട് ഈ സിനിമയും പോയി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വചനവും സുഹൃജപയേറ്റ് പറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഇനി സുഹൃജപം. ദൈവമേ, അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓക്കെ. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയെ കുറിച്ചാണ്. ഈ വിശുദ്ധന് ജനിച്ചത് ഇറ്റലിയിൽ തന്നെ, കുപ്പർത്തീനോ ഗ്രാമത്തിൽ. ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു ഇവൻ. ഇവൻ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അപ്പൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് ഇവനെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയിരുന്നത്. അമ്മയുടെ പ്രധാന ജോലി ആടുമാടുകളെ വളർത്തി അതിൽ നിന്നുള്ള ലാഭം കൊണ്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവനും അമ്മയെ ഒത്തിരി സഹായിക്കുമായിരുന്നു. അവന് വലിയ ഇഷ്ടമായിരുന്നു മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ. അപ്പോൾ അമ്മയെ ഒത്തിരി സഹായിച്ചിരുന്നു. ഏതാണ്ട് 8-9 വയസ്സായപ്പോൾ ഇവൻ സമാധിയിൽ ലയിച്ചിരുന്നുകൊണ്ട് ദർശനങ്ങൾ കാണുമായിരുന്നു. അമ്മയ്ക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒരു അച്ഛനാക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ പഠിക്കാൻ ഭയങ്കര മണ്ടനായിരുന്നു. ഇവൻ്റെ കൂട്ടുകാരൊക്കെ ഇവനെ വിളിച്ചിരുന്നത് മാപൊളിയൻ, മണ്ടൻ, പൊട്ടൻ എന്നൊക്കെയാണ്. പക്ഷെ ആരോടും ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ, ഒരു വഴക്ക് കൂടാതെ അവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ടാണ് ഇവൻ ജീവിച്ചിരുന്നത്. അപ്പം അമ്മയുടെ ഒരു വകയിലുള്ള ഒരു സഹോദരൻ ഫ്രാൻസിസ്കൻ സഭയിലൊരച്ഛനായിരുന്നു. അച്ഛനോട് ഈ വിവരം പറഞ്ഞ് ഇവനെ എങ്ങനെയെങ്കിലും അച്ഛനാക്കണമെന്ന്. അപ്പോൾ ആ വൈദികൻ വേറൊരു വൈദികനുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവൻ തൊഴുത്തിലാണ്. തൊഴുത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ തന്നെ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിസ്കൻ സഭയിൽ ചേർത്ത്, അച്ഛനാകാനായിട്ട് പഠിക്കാനായിട്ട് ചേർത്ത്. പക്ഷെ പഠിക്കാൻ ഇവനൊന്നും കിട്ടണില്ല. ഇവനെപ്പോൾ നോക്കിയാലും ഈ ആടുമാടുകളുടെ കൂടെയാണ്. ഒരു ദിവസം ബിഷപ്പ് ഇവരെ ഈ വൈദിക വിദ്യാർത്ഥികളെ സന്ദർശിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ മാത്രം കാണുന്നില്ല. ബാക്കി എല്ലാവരെയും കണ്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ കാണാതെ ആയപ്പോൾ മേലധികാരി പറഞ്ഞ് ഇവൻ തൊഴുത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ ബിഷപ്പും ഇവരുടെ കൂടെ തൊഴുത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇവൻ എന്താ ചെയ്യണേന്നാ, ഒരാട് പ്രസവിച്ചിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടി വൈക്കോലിട്ടിട്ട് അതിൻ്റെ കൂടെ ഇവനും അതിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയാണ്, ഈ കുഞ്ഞുങ്ങളെ ചൂട് കിട്ടാൻ വേണ്ടി. അപ്പം ഈ കാഴ്ചയാണ് ബിഷപ്പ് കണ്ടത്. ബിഷപ്പിന് വളരെ സന്തോഷമായി. ബിഷപ്പ് പറയുന്നു ഇതാണ് ശരിയായിട്ടുള്ള കാര്യസം എന്ന് പറഞ്ഞ് ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇവനെ അച്ഛനാകാനായിട്ട് പഠിക്കണമല്ല, എല്ലാവരും ഇരുന്ന് പഠിക്കും. ഇവനെല്ലാം വായിക്കും, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഇവന് പഠിക്കാൻ പറ്റണില്ല. 2 ക്വസ്റ്റ്യൻ ഇവൻ ശരിക്കും പഠിച്ച് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസമാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് വരണതും ബിഷപ്പ് തന്നെയാണ്. പരീക്ഷയ്ക്ക് ഇവനോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഉണ്ടല്ലോ, അത് 2 ഇവൻ നേരത്തെ പഠിച്ചിരുന്ന ആ 2 ക്വസ്റ്റ്യനാണ് ഇവനോട് ചോദിച്ചത്. അതവൻ മണിമണി പോലെ അങ്ങോട്ട് പറഞ്ഞ്. ബിഷപ്പിന് ഭയങ്കര സന്തോഷമായി. ഇവൻ അപ്പം തന്നെ പ്രീസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റും കൊടുത്ത് ഇവനെ പ്രീസ്റ്റ് ആകാനുള്ള അനുഗ്രഹം കൊടുത്ത് ബിഷപ്പ്. അതേസമയം ഇവൻ്റെ കൂടെ പഠിച്ചിരുന്ന നന്നായിട്ട് പഠിക്കുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദറിന് കിട്ടിയില്ല, പ്രീസ്റ്റ് ആകാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടല്ല, ഇവരുടെ ആശ്രമത്തിലേക്ക് പോരുമ്പോൾ
രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ആകെ വിഷമമായി. അപ്പോൾ ഇവർ വിചാരിച്ച് മറ്റേയാൾ തോറ്റിട്ടുണ്ട്. ആര്? ജോസഫ് തോറ്റ്. പിന്നെ ഇയാൾ ജയിച്ചതിൻ്റെ പേരിൽ മറ്റേയാൾക്ക് സങ്കടം കൊണ്ടായിരിക്കുമെന്ന്. രണ്ടുപേരും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ എന്താ പറയണതെന്നാ, ഇവൻ അച്ഛനാകാൻ എനിക്ക് ഒരു യോഗ്യതയില്ല, എനിക്കൊരു കഴിവുമില്ല, അതുകൊണ്ട് എനിക്ക് അച്ഛനാകണ്ട. ആരേക്കോ ജോസഫ് പറയും. പക്ഷെ മറ്റേയാൾക്ക് അച്ഛനാകാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് അയാൾ കരയുന്നത്. രണ്ടുപേരും ആശ്രമത്തിലേക്ക് കയറി. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പോകണമല്ല, വേഗം ഈ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന്. അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറയണേ, ഇവൻ പ്രീസ്റ്റൊന്നും ആയില്ല, ഇപ്പം പ്രീസ്റ്റായിട്ട് വെറുതെ നുണ പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ അടിക്കാൻ ചെന്ന്. അപ്പം പറഞ്ഞു, ഇല്ലമ്മ അതേ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, അത് വായിച്ചപ്പോഴാണ് ഈ അമ്മയ്ക്ക് മനസ്സിലായത്, ഓ ഇവൻ പ്രീസ്റ്റ് ആയി എന്ന്. അപ്പം ആ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഭയങ്കര സന്തോഷമാണ് അവിടെ. ഇവന് കരച്ചിൽ തന്നെ, ഇവന് ഇതിനുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ തന്നെ. ഇവൻ അച്ഛനായി കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോവുമല്ല, കുർബാനയ്ക്ക് ചെല്ലണത് ആ വാതുക്കൽ ഗേറ്റ് ഡോറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവനങ്ങോട്ട് സമാധിയിലാകുകയാണ്. പിന്നെ ആളുകളുടെ മുൻപിൽ മുകളിൽ കൂടി പറന്നാണ് ഓൾട്ടറിലെത്തുന്നത്. അവിടെ നിന്ന് കുർബാന ചൊല്ലണയിടയ്ക്ക്, പ്രാർത്ഥനയൊക്കെ ചൊല്ലണയിടയ്ക്ക് പല പ്രാവശ്യം ഇവന് പൊങ്ങിപ്പോവും. അവന് ഇതൊന്നും അറിയണില്ല, ഈ അച്ഛൻ ഇതൊന്നും അറിയണില്ല. ആളുകൾ അവിടെ എങ്ങും സ്ഥലമില്ലാത്ത വിധം അതിന് മാത്രം ആളുകൾ ആ പരിസരത്ത് നിന്ന് എല്ലാം ഓടിക്കൂടാണ് ഈ അച്ഛനൊന്ന് കാണാനായിട്ട്. അത്രയും ഭയങ്കരമായിട്ട് ആളുകളെ ആകർഷിച്ച്. അപ്പോൾ ഈ പറക്കുന്നതായതുകൊണ്ട് ഈ സാധാരണ പ്ലെയിൻ യാത്രക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ആര്? ജോസഫ് കുപ്പർത്തിനോ, പ്ലെയിൻ യാത്രക്കാരുടെ മധ്യസ്ഥൻ. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളില്ലേ, പഠിക്കാനിരിക്കുമ്പോൾ, അതായത് പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഈ പുണ്യവാളിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാനിരുന്നാൽ പിറ്റേ ദിവസം ആ ക്വസ്റ്റ്യൻ വരുന്ന ഏത് ക്വസ്റ്റ്യനാണ് അതായിരിക്കും പഠിക്കാൻ തോന്നുന്നത്. അത് പഠിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങൾ പഠിച്ചത് തന്നെ കാണുമ്പോൾ പിറ്റേ ദിവസം എഴുതാനായിട്ട് എന്തൊരു എളുപ്പമായിരിക്കും. അങ്ങനെ നല്ല മാർക്കോടുകൂടി വരിക്കാനും സാധിക്കും. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ സഹായിക്കുന്നത് ഈ വിശുദ്ധൻ. ഏതൊക്കെയാണ്? ഒന്ന് പഠിക്കാനുള്ള കുട്ടികളെ അതിനൊരുക്കാൻ, പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടി വിജയം വരിക്കാനായിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിൽ തോന്നുക, പഠിക്കാനായിട്ട് തോന്നുക. അപ്പോൾ ആ പുണ്യാളിനോട് പ്രാർത്ഥിക്കുക ഇനി. പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ യാത്രക്കാർ ഈ അച്ഛൻ്റെ വലിയ മധ്യസ്ഥത യാചിക്കാം. ഇപ്പോൾ വിഷ്വലിൽ കണ്ട കാര്യം ഞാൻ പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്ത് കണ്ടിട്ടുണ്ട്. കൂടുതൽ കണ്ടേക്കുന്നത് ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ ആരെങ്കിലും പാട്ട് പാടുമ്പോൾ നമ്മൾ കൂവും അല്ലേ? ഈ മലയാളികൾ പലപ്പോഴും മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. അതൊരു വളരെ വലിയൊരു ഫാക്റ്റാണ്. അപ്പം നമ്മൾക്കതൊന്ന് മാറ്റണ്ടേ? ഇപ്പം നമ്മളുടെ ജനറേഷൻ അത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മലയാളികളിൽ നിന്ന് തന്നെ മാറ്റാം. അപ്പോൾ നിങ്ങളത് ചെയ്യോ? എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യോ? തളർത്തുന്നവരാകാണ്ട് വളർത്തുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ അപ്രിസിയേഷനെ കുറിച്ച് കുറേ കേട്ടു. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ വചനവും സുഖിച്ചപ്പോൾ ഏറ്റുപറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ
നിങ്ങൾ അവരോടും പെരുമാറുവിൻ. അവരോടും പെരുമാറും. ഇനി സുഹൃത്ത് ജപം. ദൈവമേ, ദൈവമേ, അങ്ങയുടെ വഴികൾ അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരെ ബൈ.